അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സബർമതി ആശ്രമത്തിലാണ്. നമ്മുടെ ഗാന്ധിജിയുടെ സബർമതി ആശ്രമം. ഈ സൈഡിലേക്ക് പക്ഷേ പോകാൻ പറ്റില്ല, കാരണം ഇവിടെ എത്തുമ്പോഴേ ഭയങ്കര നാറ്റമാണ്. ആദ്യമേ നെഗറ്റീവ് പറയാമെന്ന് വിചാരിക്കരുത്. ഒരേ ഒരു റീസൺ ഇവിടുത്തെ പൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. കണ്ടോ, ഇവിടെയൊക്കെ ഇതാ വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു വൃത്തികെട്ട സ്മെല്ലാണ് വന്നപാടെ കിട്ടുന്നത്. അത് മാത്രമേ എനിക്ക് വന്നപ്പോഴേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് വെള്ളമുണ്ട് ഇങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളിത് അകത്തേക്ക് പോവുകയാണ്. അപ്പം സബർമതി ആശ്രമത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. ഇവിടെ കയറി വന്നപ്പം തന്നെ കണ്ടത് എന്തൊരു അമ്പലമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ചെറിയ അമ്പലം പോലെ. ഇനി ഇവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ റൂട്ട് മാപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൃദയകുഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗാന്ധിജിയുടെ റെസിഡൻസ്, പിന്നെ പ്രയർ പ്ലേസ്, ബുക്ക് ഷോപ്പ്, മ്യൂസിയം, ഇനി ഇങ്ങോട്ടേക്ക് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോരോ സ്ഥലങ്ങളായിട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ നദിയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയാണ്. എനിക്ക് തോന്നുന്നത് അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കാം, നമുക്കിപ്പോൾ അതിലേക്ക് പോകാൻ പറ്റില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് നടന്ന് കണ്ടു നോക്കാം. എന്തായാലും ഭയങ്കര കാമൻ ക്വയറ്റായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സ്മെല്ലിൻ്റെ വിഷയം ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നദിയിലൊക്കെ വാച്ച് ടവർ പോലെയൊക്കെ എന്തൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഒരു വൈകുന്നേരം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ്. ഞാനിവിടെ കയറി വന്നപ്പം തന്നെ സാധാരണ നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചു ടിക്കറ്റ് എടുക്കേണ്ടി വരുമോ എന്ന്. അവിടെ പുറത്തൊരു ഒരാളിരിപ്പുണ്ട്, ഒരു രജിസ്റ്ററുമായിട്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാമെന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഒരാളുടെ പേരും മൊബൈൽ നമ്പറും സ്ഥലവും മാത്രം എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മഹാത്മാഗാന്ധിയുടെ താമസിച്ച സ്ഥലത്തേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ചെരുപ്പിടില്ല, ചെരുപ്പ് പുറത്ത് വെക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അകത്തേക്ക് കയറിയിട്ട് അകത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഹൃദയകുഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 1918 തൊട്ട് 1930 വരെ ഗാന്ധിജി താമസിച്ച സ്ഥലമാണിത്, ആശ്രമം. പണ്ടത്തെ ചർക്കയൊക്കെ ഇരിപ്പുണ്ട്.